ലോകത്തെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിച്ച ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടരിലൊരുങ്ങിയ ദൃശ്യം. മികച്ച തിരക്കഥയും അഭിനയ മുഹൂർത്തങ്ങളുടെയും പിൻബലത്തിൽ സിനിമാ ആസ്വാദകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ സിനിമയ്ക്ക് രണ്ടാം ഭാഗമുണ്ടായി. ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഒരുങ്ങുന്നു എന്ന വാർത്തയും ആരാധകർ ആവേശത്തോടാണ് സ്വീകരിച്ചത്. ഇപ്പോഴിതാ സിനിമയുടെ വമ്പൻ അപ്ഡേറ്റുകൾ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകനായ ജിത്തു ജോസഫ്. സിനിമയുടെ ക്ലൈമാക്സ് എഴുതി പൂർത്തിയാക്കിയെന്നാണ് ജിത്തു ജോസഫ് പറയുന്നത്. മിറാഷ്, വലതുവശത്തെ കള്ളൻ എന്നീ സിനിമകളുടെ ചിത്രത്തിൻ്റെ ഇടയിൽ രാവിലെ 3:30-ക്ക് എഴുന്നേറ്റ് സിനിമയുടെ ക്ലൈമാക്സ് പൂർത്തിയാക്കിയതെന്ന് ജിത്തു ജോസ് കൂട്ടിച്ചേർത്തു. താൻ മാനസികമായും ശാരീരികമായും തളർന്നുവെന്ന് ഇപ്പോൾ ആശ്വാസത്തിലാണെന്നും ജിത്തു പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് ഞാൻ ദൃശ്യം 3 ക്ലൈമാക്സ് എഴുതി തീർത്തത്. ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പൂർത്തിയായി. ഇത്ര നാളും അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു. മിറാഷ് എന്ന ആസിഫ് അലിയുടെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വലതുവശത്തെ കള്ളൻ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് എന്നും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ദൃശ്യം 3 എഴുതും. ഒരു സ്ട്രഗിളായിരുന്നു. മെൻ്റലി ഫിസിക്കലി എല്ലാം വളരെ തളർന്നിരുന്നു. പക്ഷേ ഇന്നലെ ആശ്വാസമായി. ഇവിടെ വന്നപ്പോൾ ഞാൻ ദൃശ്യം സിനിമയുടെ മ്യൂസിക് കേട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ സിനിമയുടെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അതൊരു വല്ലാത്ത ഫീലായിരുന്നു, ജിത്തു ജോസഫ് പറഞ്ഞു. മൂവാറ്റുപുഴ നിർമ്മൽ കോളേജ് ഫിലിം ആൻഡ് ഡ്രാമ ക്ലബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജിത്തു ജോസഫ്. മലയാളത്തിലെ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിട്ടിറങ്ങിയ ദൃശ്യം. ജോർജ് കുട്ടിയുടെ കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടവും മലയാളി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ ഒന്നും രണ്ടാം ഭാഗവും സിനിമയ്ക്കുണ്ടായി. ഇന്ത്യയും കടന്ന് ചൈനീസ് ക്യൂയും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷയിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബറിൽ 19 പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെ എല്ലാ റെക്കോർഡും തകർത്തെറിഞ്ഞാണ് മുന്നേറിയത്.